പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ട് ഇത്രയും ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു. അമ്മ സംസാരിക്കുകയായിരുന്നു നമ്മളോട് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. നമുക്ക് തുടർന്നുള്ള സന്ദേശങ്ങൾ കേൾക്കാം. സ്നേഹിക്കുന്ന അമ്മ പീഡിപ്പിക്കപ്പെടുന്ന മക്കളോട് കൂടെയാണ്. പീഡനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ അമ്മയ്ക്ക് മക്കളുടെ പീഡനങ്ങളുടെ ഘോരത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് അമ്മയെ ആരും പഠിപ്പിക്കേണ്ട. പ്രിയപ്പെട്ട ഈശോയുടെ ദാസീദാസന്മാരായ മക്കള് അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഈശോയെ സ്വീകരിച്ചും ഈശോയെ നൽകിക്കൊണ്ടും ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മക്കളെ, പ്രാർത്ഥിക്കാനായി നിങ്ങൾക്ക് ലഭ്യമാകുന്ന അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അമ്മ വീണ്ടും പറയാ, ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരുന്ന്? പ്രാർത്ഥിക്ക് മക്കളെ, പ്രാർത്ഥിക്ക് മക്കളെ, പ്രാർത്ഥിക്ക്. അമ്മയ്ക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് രക്ഷയുടെ വാതിൽ തുറന്നു തരുന്ന താക്കോലെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പറയുന്നു, മക്കളെ, ലഭിക്കുന്ന ഒരു അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ഹൃദയ ദേവാലയത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മക്കളുടെ ശരീരം അസംഖ്യം പരീക്ഷണങ്ങളാൽ അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കളുടെയും ശരീരം പലതരത്തിലുള്ള പരീക്ഷണങ്ങളാലും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് സൗഖ്യം നൽകാൻ, ശക്തി പകരാൻ അമ്മയുണ്ടായിരിക്കും. ക്രമേണ അത് എല്ലാറ്റിനും എൻ്റെ വത്സലസുതനും നിങ്ങളുടെ രക്ഷകനുമായ യേശുവിനോട് സാദൃശ്യം പ്രാപിക്കും. അപ്പൊ യേശുവിനോട് സാദൃശ്യം പ്രാപിക്കണമെങ്കിൽ അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ. നമുക്കത് വലുതായി തോന്നാം, പക്ഷെ അമ്മ ഉറപ്പ് തരിക, നമ്മളെ യേശുവിനോട് സാദൃശ്യരാക്കാൻ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും, ശുദ്ധീകരണങ്ങൾ ഉണ്ടാകും. പരിത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബലിയായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. സഹനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. ഈ സന്ദേശം നൽകിയപ്പോൾ അമ്മ പറഞ്ഞു തന്നു, മോളെ, സഹനം വരപ്രസാദ പീയൂഷമാണ്. സഹനം വരപ്രസാദ പീയൂഷമാണ്. സഹനം ഒരു കൂദാശയായിട്ട് നമ്മൾക്ക് സ്വീകരിച്ചാലോ? കൂദാശയിലൂടെയല്ലേ നമുക്ക് വരപ്രസാദം കിട്ടുന്നേ? നമുക്ക് സഭയിലൂടെ ലഭിച്ചിട്ടുള്ള, ഈശോ സ്ഥാപിച്ചിട്ടുള്ള കൂദാശകളെ ആയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നേ. വരപ്രസാദം ലഭിക്കാൻ സഹനം നമ്മൾ സ്വീകരിക്കണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. എനിക്കൊരു കൊച്ചു സഹനം വന്നാൽ അത് വേറൊരാളുടെ ചുമലിൽ കെട്ടിവെക്കാനായിരിക്കും നമ്മിൽ പലർക്കും ഇഷ്ടം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ വന്നാൽ, അതിലൂടെ സഹനം വന്നാലും അത് ഞാനല്ല ചെയ്തത്, ഞാനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒന്ന് മാറി നിൽക്കാനാണ് നമുക്ക് പലർക്കും ഇഷ്ടം. എന്നാൽ അമ്മ പറയാ, സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, ഉറപ്പാ. കാരണം എന്താ? നീ കർത്താവിൻ്റെയാണ്. അത് പിശാച്ചിന് പിടിക്കില്ല. പിശാച്ച് ഏറ്റവും അടുത്തപ്പെട്ടവരെ കൊണ്ട് തന്നെ നിന്നെ കട്ട് ചെയ്യാനായിട്ട് മൂർച്ചയുള്ളൊരു കത്രിക ആയിട്ട് വിടും. അത് എന്തിനാണെന്നോ? കൂടുതൽ ശാഖകൾ ഉണ്ടാകാനാ. അതുകൊണ്ട് ക്രിസ്ത്യാനി, നീ സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. നിന്നോടുള്ള സ്നേഹത്താൽ സഹിച്ച കർത്താവിൻ്റെ മുറിപ്പാടുകളെ നീ ഓർക്കണം. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സഹിച്ച കർത്താവ് കാൽവരി കുരിശിലെ അവിടുത്തെ മുറിപ്പാടുകളെല്ലാം നിന്നോടുള്ള സ്നേഹത്തിൻ്റെ മുദ്രയാക്കി മാറ്റിയവനാണ്. അതുകൊണ്ട് നീ കർത്താവിനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നിനക്കൊരു മുദ്ര കാണിച്ചു കൊടുക്കണ്ടേ? കർത്താവേ, എൻ്റെ ആത്മാവില് ആരോടും പരാതി പറയാതെ ഞാൻ സഹിച്ച സഹനങ്ങളുടെ ഒരു മുദ്രയുണ്ടെന്ന് നിനക്ക് ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതിന് മൗനമായിട്ട് സഹിക്കുക. പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ, കുഞ്ഞേ, ലഭിക്കുന്ന സഹനങ്ങളൊന്നും എച്ചിലാക്കാതെ ഈശോയ്ക്ക് കൊടുക്കണം. ഞാൻ പല വേദികളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നോ എച്ചിലാക്കാതെ കൊടുക്കുന്നത്? ഇന്ന് ഒരാൾ എന്നെ ഒരു കുറ്റം പറഞ്ഞു. ഞാൻ ആ കുറ്റത്തിന് അവകാശിയല്ല എന്ന് എനിക്കറിയാം, ഈശോയ്ക്ക് അറിയാം. ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ അവരെന്നെ അങ്ങനെ പറയുന്നു. ഇപ്പോൾ സന്തോഷ് ബ്രദർ ബെന്നി പുന്നത്തറ, കുറേ ദൈവ ശുശ്രൂഷകരുണ്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയുണ്ട്. എല്ലാ ശുശ്രൂഷകൾക്കും നേരെ ഒരു കല്ലേറ് എപ്പോഴും ഉണ്ടാവും. എല്ലാ വ്യക്തികൾക്കും നേരെ ഉണ്ടാവും. കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും, കൂട്ടായ്മയിൽ നിന്നുണ്ടാകും,
സമൂഹത്തിൽ നിന്നുണ്ടാകും, സഭയിൽ നിന്നുണ്ടാകും. നമ്മൾ അവരെ ആരും കുറ്റം പറയണ്ട. കാരണം എന്താ അറിയോ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക. അവരത് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ തടസ്സപ്പെടുത്തുന്നേ? നമ്മളത് മൗനമായി സഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. അതുവഴി സംഭവിക്കുന്നതോ, മൗനമായിട്ട് പരാതിയില്ലാതെ ഒരു സഹനം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട്. സ്വീകരിക്കുന്ന നിനക്കും തന്നവർക്കും അത് അനുഗ്രഹമായി തീരും. അമ്മ എച്ചിലാക്കാതെ കൊടുക്കാൻ പറയുമ്പോൾ പറയാറുണ്ട്, ഒരു കുറ്റം കേൾക്കുമ്പോൾ, ഒരു പരാതി കേൾക്കുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോട് നമ്മുടെ മാനുഷികതയ്ക്ക് നമ്മളത് ഷെയർ ചെയ്യും. അപ്പോൾ അവർ നമ്മളെ കുറച്ച് ആശ്വസിപ്പിക്കും. അതിൽ നമ്മൾ കുറച്ച് സംതൃപ്തി കിട്ടും, ആശ്വാസം കിട്ടും. എന്നാലും ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് പറയും, ഈശോയെ ഞാൻ ചെയ്യാത്ത തെറ്റാ, കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന? കർത്താവിന് എച്ചിൽ കൊടുക്കുക, വേസ്റ്റ് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ളത് സഹതാപം തരാനായിട്ട് കഴിയുന്നുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുകൊടുത്തു. ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടുകൊടുത്തു. അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം അവിടെ വെട്ടിമുറിച്ചു. എന്നിട്ട് ബാക്കി എച്ചില്, വേസ്റ്റില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്നത്, അത് കൊടുക്കുന്നത് പോലെ കർത്താവിന് എച്ചിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ ഈശോ എങ്ങനെ അനുഗ്രഹിക്കുക? സഹനത്തിന് സാക്ഷ്യം നൽകാനുള്ള കൃപ നമുക്ക് എങ്ങനെയാ നൽകുക? അതുകൊണ്ട് അമ്മ പറയും, മക്കളെ എൻ്റെ മകന് എച്ചിൽ കൊടുക്കരുത് കേട്ടോ. സഹനം സ്വീകരിക്കുമ്പോൾ എച്ചിൽ കൊടുക്കരുത്, ഫ്രഷ് ആയിട്ട് കൊടുത്തേൻ. പിന്നെ ആരോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ കഴിവുള്ളവൻ, അത് നമ്മുടെ ആത്മാവിന് വലിയൊരു പൊൻതൂവലായിട്ട്, പൊൻ കിരീടമായിട്ട് അണിയിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. വലിയ പരീക്ഷണത്തിന്റെ കാലം ആഗതമായി. അന്തരീക്ഷം പുകപടലങ്ങളാൽ നിറയുന്നു. അഗ്നികുണ്ഡങ്ങൾ ഉയരുന്നു. സ്ഫോടക വസ്തുക്കൾ ശക്തിയോടെ നിർമ്മിക്കപ്പെടുന്നു. അതിലുപരി മനുഷ്യഹൃദയങ്ങളിൽ വൈരാഗ്യത്തിന്റെ തീപ്പൊരി കത്തിപ്പടരുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അമ്മ ചോദിക്കുക. അമ്മ എത്ര വർഷം മുൻപ് പറഞ്ഞതാണെന്നോ? 97 പറഞ്ഞതാ. വലിയ പരീക്ഷണത്തിന്റെ കാലം, പുകപടലങ്ങളാൽ നിറയുന്ന ലോകം, അഗ്നികുണ്ഡങ്ങൾ എവിടെയൊക്കെയോ ഏതൊക്കെയോ സമയങ്ങളിൽ തീപിടുത്തങ്ങളും തീവെപ്പുകളൊക്കെ നടക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ പുകമറ, അത് ശക്തിയോടെ നിർമ്മിക്കപ്പെടുന്നു സ്ഫോടക വസ്തുക്കള്. അതിലുപരി മനുഷ്യ ഹൃദയങ്ങളിൽ വൈരാഗ്യത്തിന്റെ തീപ്പൊരി കത്തിപ്പടരുന്നു. പരിശുദ്ധാത്മാവിന്റെ തീപ്പൊരി കത്തിപ്പടരാനായിട്ട് സ്വന്തം സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അമ്മ വഴി നമ്മളോട് പറയാ, മനുഷ്യ ഹൃദയങ്ങളില് വൈരാഗ്യത്തിന്റെ തീപ്പൊരി കത്തിപ്പടരുന്നു. ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? സാധിക്കണം. നമ്മളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുക പരിണിത ഫലം ഇപ്പോൾ. കരുണയുടെ പൂമഴ ചൊരിയുന്നതിനായി ഈ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. മാർപ്പാപ്പ നേരിടുന്ന അതിശക്തമായ പരീക്ഷണങ്ങളിൽ ധൈര്യം കൈവരിച്ച് മുന്നേറുന്നതിനും സഭയെ അക്ഷീണം ഭരിക്കുന്നതിനുമുള്ള ദൈവകൃപയ്ക്കായി മക്കളെ പ്രാർത്ഥിക്കുക. ശരീരമാകുന്ന ദേവാലയത്തെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നതിനായി ഓരോ മക്കളും പ്രാർത്ഥിച്ച് ശക്തി നേടുക. സ്ത്രീത്വം വിൽക്കപ്പെടുന്ന ഒരു വിപണന വസ്തുവായിട്ടല്ലേ ലോകം ഇന്ന് കാണുന്നത്? സ്ത്രീത്വത്തിന് മാന്യതയുള്ളതായിട്ട് മനസ്സിലാക്കുന്നവർ പോലും സ്ത്രീത്വത്തെ അഴിച്ചാട്ടത്തിനല്ലേ കൊണ്ടുപോകുന്നത്, സത്രമായിട്ടല്ലേ കരുതുന്നത്. എത്രയെത്ര സ്ത്രീകളാണ് സ്വന്തം ശരീരം വിറ്റിട്ട്, സ്വന്തം ശരീരത്തെ മറ്റുള്ളവന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ജീവിതത്തിന്റെ അഴുക്കുചാലിൽപ്പെട്ട് കഴിയുന്നത്. ശരീരമാകുന്ന ദേവാലയം അപ്പസ്തോലന്മാരിലൂടെ, പ്രവാചകരിലൂടെ കർത്താവ് ഈശോ മിശിഹ നമ്മളോട് പറയുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, അതിനെ അഴുക്കുപുരളാൻ നീ അനുവദിക്കരുത് കുഞ്ഞേ. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, ആകർഷണങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ ജീവിക്കുകയാണെങ്കിൽ നീ നശിപ്പിക്കുന്നത് ശരീരത്തെയല്ല, അതിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ്. അത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തെ വിറ്റ് കാശാക്കരുത്.
ശരീരം വിറ്റ് കാശാക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ നാശമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വന്തം ശരീരം പ്രദർശന വസ്തുവാക്കി നടത്തുന്ന എത്ര മാതാപിതാക്കളുണ്ടെന്നോ. കൊച്ചുമക്കളെ പ്രദർശനത്തിന് വിട്ടിരിക്കുക. ഏറ്റവും പണമൊക്കെ ഉള്ളവരാണ്. വസ്ത്രം വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവിടെ ഇവിടെയും കീറിയതും തുന്നിയതും പറിച്ചതും എന്ന് തോന്നുന്ന രീതിയിൽ വലിയ വില കൊടുത്ത് അങ്ങനത്തെ വസ്ത്രങ്ങൾക്ക് വലിയ വിലയാണെന്നാണ് പറയുന്നേ. പലപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന പലരോടും ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയും, ഞാനൊരു 50 രൂപ തരാം, ഒരു 1/2 മീറ്റർ തുണിയെങ്കിലും മേടിച്ച് അവിടെ ഒന്ന് തുന്നി ചേർക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിനെ സൂക്ഷിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിലല്ല. ഉതപ്പിന് കാരണമാകുന്നവൻ ഉലയിൽ നിന്ന് ഉടലെടുക്കുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭാവമുള്ളവനായി തീരും. ഉലയിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്താ? ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ കാൽവരി കുരിശിലെ സഹനത്തിൻ്റെ ഉലയിൽ ആ ചൂടിൽ രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യ ശരീരങ്ങൾ, മനുഷ്യൻ്റെ ആത്മാവ് ഇന്ന് ഉതപ്പിന് കാരണമാകുന്നെങ്കിൽ അത് ആ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളും വസ്ത്രം ധരിപ്പിക്കുന്ന വ്യക്തികളും മോടിക്കാഴ്ചകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആഭാസകരമായി ലോകത്തിന്റെ മുൻപിൽ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നവരും ഓർക്കുക, നീ നരകത്തിന്റെ വാതിലിൽ എത്തിക്കഴിഞ്ഞു. നിനക്ക് വേണ്ടി പിശാച് തുറന്നിട്ടിരിക്കുന്ന നരകത്തിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും നീ ഇതുപോലെ മുന്നേറുകയാണെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ യുവതി യുവാക്കളെ, നിങ്ങളുടെ വസ്ത്രധാരണത്തെ കുറ്റം പറയാനൊന്നും ഞാൻ ആരുമല്ല, ഞാൻ പൂർണ്ണയല്ല. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം നിങ്ങൾ ചോദിച്ചേക്കാം, വസ്ത്രത്തിലാണോ കാര്യം ഇരിക്കുന്നതെന്ന്. വസ്ത്രത്തിലും ഉണ്ടെന്നേ കാര്യം. അതുകൊണ്ട് വിശുദ്ധിയുള്ള മക്കളായി ജീവിച്ച് ആത്മാവിനെ വിശുദ്ധി കൊണ്ട് പൊതിഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു പ്രലോഭനം ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് സാധിക്കണം. സാത്താന്റെ കെണിയിലും പ്രലോഭനത്തിലും നിങ്ങൾ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാ മക്കളുടെയും അഭയകേന്ദ്രമായ യേശു സ്നേഹം നിങ്ങളിൽ പ്രതിഫലിക്കുന്നതിനായി ഈ അമ്മയോടൊപ്പം പ്രാർത്ഥനയോടെ മുന്നേറുക, സമർപ്പിക്കുക. അമ്മയുടെ ഈ ആഹ്വാനത്തെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ശരീരം ഒരു ദേവാലയമാണെന്നും ഈ ദേവാലയത്തിൽ വിശുദ്ധിയുടെ ബലിക്കല്ലുണ്ടെന്നും അതെൻ്റെ ഹൃദയമാണെന്നും ആ ഹൃദയത്തിൽ കാപട്യമില്ലാതെ ജീവിക്കേണ്ടവളാണ് ഞാനെന്നും ഓർമ്മയോടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിക്കുമ്പോൾ ആത്മാവിനെയാണ് നാം സൂക്ഷിക്കുന്നത്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് അവിടുത്തെ രക്തത്തിൻ്റെ വിലയുള്ളതാണ്. ആ രക്തത്തിൻ്റെ വിലയുള്ള ആത്മാവിനെ ശരീരത്തിൽ സൂക്ഷിച്ച് ലോകത്ത് ജീവിക്കുമ്പോൾ ശരീരത്തെയും നമുക്ക് മലിനപ്പെടുത്താതെ ജീവിക്കാം. ശരീരം മലിനപ്പെട്ടു പോയ കുറേയേറെ മക്കൾ ഈ ലോകത്തുണ്ട്. സാരമില്ല, വിഷമിക്കേണ്ട, അനുതപിക്ക്, ഈശോയിലേക്ക് തിരിച്ചു വരിക. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, ആശ്വാസകരമായൊരു ഓർമ്മപ്പെടുത്തൽ. കുഞ്ഞേ, നിനക്ക് മാറ്റം എപ്പോഴാണെന്നുണ്ടാകുക? നീ മാറണം എന്ന് ചിന്തിക്കുന്ന ആ നിമിഷം. നീ മാറണം എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്നെ മാറ്റാൻ കഴിവുള്ളവൻ നിന്റെ അരികിലേക്ക് വരും. അതുകൊണ്ട് വ്യർത്ഥ ജിജ്ഞാസകളിൽ പെടാതെ ആഡംബരങ്ങളിലും അലങ്കാരങ്ങളിലും പെടും.